ശ്രീ സന്തോഷ് കുമാർ എം പി അദ്ദേഹം ബീഹാറിൽ യാത്രയ്ക്കൊപ്പമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. 13 സ്ഥലങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്നു. ശ്രീ സന്തോഷ് കുമാർ, ആദ്യ ദിവസം എങ്ങനെ? ആദ്യ ദിവസമൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ബീഹാറിൽ മാത്രമായി ആരംഭിച്ച് പിന്നെ എം പിമാരുടെ മാർച്ച് നടന്ന് അങ്ങനെ മുന്നോട്ട് പോയ ഒരു സമരം ഇന്നിപ്പോ ബീഹാറിൽ ആകെ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് നടക്കുന്നത്. ഈ വിഷയം ഇപ്പൊ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. ഞാൻ ഈ തിരക്കിനിടയിൽ നിങ്ങൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയം ഉന്നയിക്കപ്പെട്ട് കുറെ ദിവസങ്ങളായി. ഇടയ്ക്ക് തൃശ്ശൂരിലെ കാര്യം പൊന്തി വന്നു, മഹാദേവപുര വന്നു. കുറെ ദിവസത്തിന് ശേഷം ഈ ദിവസം തന്നെ ഏതാണ്ട് ഒരു മുഹൂർത്തം നോക്കി ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തിയിട്ട് പഴയ ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും അവർക്ക് പ്രത്യേകിച്ചിട്ട് സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നേരത്തെ നമ്മുടെ ബഹുമാനായ അഭിഭാഷക സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി. ഞങ്ങളൊരു പുതിയ AI ടൂളിന്റെ സഹായത്തോടു കൂടിയിട്ട് നിലവിലുള്ള വോട്ടർ പട്ടിക PDF ഫയൽ, അതിനകത്ത് എല്ലാ ഇമേജ് രൂപത്തിൽ കിട്ടുന്നത് പരിശോധിക്കാൻ ഒതുങ്ങുന്ന തരത്തിൽ ഒരു പുതിയ സംവിധാനം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കുക ധാരാളമായ തട്ടിപ്പുകൾ പുറത്തേക്ക് വരും പല സംസ്ഥാനങ്ങളിലെയും. BJP ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ച് നേരത്തെയും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1951-52 കാലത്ത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ആക്ഷേപം ഉണ്ടായി. ജനസംഘത്തിനും RSSനും BJPക്കും തന്നെയുള്ള ആക്ഷേപങ്ങൾ അവർ പല കാലത്തിൽ ഉന്നയിച്ചു. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഒരു പുതിയ കാര്യമല്ല. അത് BJP സുഹൃത്തുക്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചൊരു കാര്യമുണ്ട്. SIR ആണ് ശുദ്ധീകരണത്തിനുള്ള വഴി. അങ്ങനെ ശുദ്ധീകരിച്ച് ക്ലീൻ സ്ലേറ്റിൽ നിന്ന് തുടങ്ങുക എന്നതാണ് SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രതിവിധിയെന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ പ്രതിപക്ഷം പരാതി എപ്പോൾ തരുന്നു? ഇപ്പോൾ ബീഹാറിൽ വലിയ രീതിയിൽ ക്രമക്കേടുണ്ട് എന്ന് പറയുമ്പോൾ, കുറെ പേർ പുറന്തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ പരാതി നൽകിയോ? രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് ഇതാണ് പറയുന്നത്. 15 ദിവസം ഞാൻ ഈ വാദം സ്ഥിരമായി ഉന്നയിക്കുന്നതായതുകൊണ്ട് ഞാൻ അതിനൊരു ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടമായപ്പോ ബഹുമാന്യനായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അന്ന് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അദ്ദേഹം മുസ്ലിമുകളെ മുഴുവൻ വളരെ അപമാനിക്കുന്ന ഒരു പ്രസംഗം, നമ്മളെല്ലാം കേട്ടതാണ് ആ പ്രസംഗം. നിങ്ങളുടെ താലിമാല കൊണ്ടുപോകും എന്ന് തുടങ്ങുന്ന ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതെ, ഞാൻ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ രേഖാമൂലം കൊടുത്തു. രേഖാമൂലം കൊടുത്തു പറഞ്ഞാൽ അതിനകത്ത് എഗ്രീവ്ഡ് ആയിരിക്കുന്ന ആളുകൾ, ഞാൻ രേഖാമൂലം പരാതി കൊടുത്ത ഒരാളാണ്. എനിക്ക് അതിനുള്ള ലോക്കൽ സ്റ്റാൻഡി ഉണ്ട്. എത്രയോ ആളുകൾ കൊടുത്തു. ആ പ്രസംഗം നമ്മളെല്ലാം കേട്ടു. സാമാന്യമായി അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്കെല്ലാം അത് അങ്ങേയറ്റം ജനവിരുദ്ധമായ ഒരു ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു പ്രസംഗമാണെന്ന് അറിയാം. എന്തെങ്കിലും ഒരു പരാതി ഒരു തീരുമാനം എടുത്തു ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ എന്തോരം പരാതി അടക്കുന്നു. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ പ്രതിപക്ഷം ഉന്നയിച്ച, ഈ പ്രതിപക്ഷം എന്നൊക്കെ പറയുന്നതും വർഷങ്ങളെ അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരും പാർട്ടികളുമാണല്ലോ. ഇന്നിപ്പോ പ്രതിപക്ഷത്തിരിക്കുന്നു, ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ 100 വർഷം പൂർത്തിയായ പാർട്ടികൾ, ഒട്ടേറെ തെരഞ്ഞെടുപ്പ് കണ്ടവർ, ഒട്ടേറെ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രി, ഒരു വലിയ നിരയാണല്ലോ ഈ ഭാഗത്ത് ഇരിക്കുന്നത്. അപ്പൊ ഒരു പരാതിയെങ്കിലും സ്വീകരിച്ചിട്ട് പ്രതിപക്ഷം പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? മോദി നടത്തിയതിൽ കേസെടുക്കാൻ തയ്യാറായ ലവാസ പിന്നീട് രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിനെതിരെ പിന്നീട് കേസുകൾ വന്നു. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഏതാണ്ട് നിങ്ങളൊന്ന് കിട്ടി അങ്ങ് തന്നിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നേനെ. ഞങ്ങൾ എടുക്കുമെന്ന് പറയുന്നതൊക്കെ ഒരു നമ്മൾ പരിശോധിച്ചാൽ മതി. ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ടത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം പറയുന്നത് പോലെ ഒരു സാധാരണമായ ആരോപണമല്ല. ഇപ്പൊ കള്ളവോട്ട് സംബന്ധിച്ച ആരോപണം, വ്യാജവോട്ട് സംബന്ധിച്ച ആരോപണം ഒക്കെ വളരെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഞങ്ങളെ പേരിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒരു പാപത്തിന് വേണ്ടി ശരിവെക്കാം. ഇവിടെ എന്താണ്? ഒരു പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ ആയിരക്കണക്കിന് വോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നതിൽ കമ്മീഷൻ കൂട്ടുനിന്നു എന്നതാണ് പ്രശ്നം. അത് മഹാരാഷ്ട്രയുടെ കാര്യം എന്താണ്? മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസും ആ സഖ്യവും കൂടുതൽ സീറ്റുകൾ വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായി. അത് കഴിഞ്ഞ് ഏതാനും മാസത്തിന് ശേഷം ഇലക്ഷൻ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി വോട്ടർമാരുടെ പട്ടികയ്ക്കകത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയാണ്. എവിടെ നിന്നോ ആയിരക്കണക്കിലധികം വോട്ടർമാർ വരുന്നു. 10-75 വയസ്സുള്ള ആളുകൾ പുതിയ വോട്ടർമാരായിട്ട് വരുന്നു. ഈ പ്രതിഭാസത്തെ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്? ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യത്തിൽ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, തൃശ്ശൂരിന് പുറത്തുള്ള 100 കണക്കിന് വോട്ടർമാർ വരുന്നു. നിങ്ങളുടെ ജാഗ്രത കുറവല്ലേ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ? ശരി, ഞാനൊരു ഭാവത്തിന് വേണ്ടി അതൊക്കെ നമ്മളൊരു ചർച്ചയുടെ സുഗമമായി നടത്തുന്നതിന് സമ്മതിക്കാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയില്ലാതെ ആയിരക്കണക്കിന് വോട്ടർമാർക്ക് പൊടുന്നനവേ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ കൂടിച്ചേരാൻ കഴിയില്ല.
ഇതാണ് വിശദീകരിക്കേണ്ട ആദ്യത്തെ കാര്യം. അതിന് പകരം നിങ്ങൾ സമയത്തിന് എത്തിയില്ലല്ലോ, 10:45 മീറ്റിംഗിന് എത്തേണ്ടതല്ലേ, 10:50 പോയി, അവിടെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ഈ മാതിരി വിദണ്ഡവാദങ്ങള് ഒരു ഭരണഘടനാ കമ്മീഷൻ പറയരുത്. ഇപ്പൊ കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് പറയാം, BJP-ക്ക് പറയാം, ഞാൻ സമ്മതിക്കുന്നു, അവർക്ക് അവരുടേതായ വാദങ്ങൾ ഉന്നയിച്ച് പോയിക്കോട്ടെ. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ എന്താണ്, ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം വന്നാൽ അവർ അതിനൊരു ഉത്തരം പറയണം, ഒരു അന്വേഷണം നടത്തണം. സുവമോട്ടോ, ഞാൻ അതിന് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഈ പ്രശ്നത്തെ ഞങ്ങൾ ഗൗരവമായി കണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും 300 MP-മാരും ഉന്നയിച്ച ഒരു പ്രശ്നമാണ്. ശരി, ഞങ്ങളൊരു എൻക്വയറി നടത്തിയിട്ട് ഞങ്ങൾ ഒരു ഇത് പറയുന്നു. അതല്ല പറയുന്നത്, നിങ്ങൾ തന്നില്ലല്ലോ, ഇന്നത്തെ ദിവസം തന്നെ പത്രസമ്മേളനം നടത്തുക. എന്നിട്ട് ഈ യാത്രയുടെ ശോഭ കെടുത്താൻ പറഞ്ഞാൽ ഡൈവേർഷൻ ഓഫ് അറ്റൻഷൻ ആണ്, അങ്ങനെ നടത്തുന്ന ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ എളുപ്പത്തിലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ശരി, വളരെ വളരെ ജനം കാണുന്നുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതും ജനം കാണുന്നുണ്ട്. എത്രത്തോളം വ്യക്തത? ചോദ്യങ്ങൾക്കാണോ വ്യക്തത, ഉത്തരത്തിനാണോ വ്യക്തത? ഒരു യാത്രയാവും. ഞാൻ ഒന്നും കൂടെ പറയാം. ജനം കാണുന്നുണ്ട് 2003 സുപ്രീം കോടതി വിധി മറികടക്കാൻ വേണ്ടി എങ്ങനെയാണ് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ബില്ല് കൊണ്ടുവന്നത് എന്നും എങ്ങനെയാണ് അത് പാസ്സാക്കി എടുത്തത് എന്നും ജനം കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ സന്തോഷ് കുമാർ MP യാത്രക്കിടെ നമ്മളോടൊപ്പം പങ്കെടുത്തതിന്.